അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയെങ്കിലും തീർക്കണം. ഇതാണ് ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം തന്നെ ഉപയോഗിക്കും. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം തോളിൽ വെച്ച് തകർക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ഇറാൻ വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ആ പദ്ധതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തിരിച്ചറിയുകയും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയിലെ സീക്രട്ട് സർവീസിന് രഹസ്യമായിട്ട് കൈമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപ് സഞ്ചരിക്കേണ്ട എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ആരും അറിയാതെ അദ്ദേഹത്തെ മറ്റൊരു ചെറു വിമാനത്തിലേക്ക് മാറ്റി കയറ്റി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അമേരിക്കയിലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രമാണ് ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വിട്ടത്. കേൾക്കുമ്പോൾ വലിയ ഞെട്ടലുളവാക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ തുർക്കിയിലുള്ള അങ്കാറയിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നു. അതായത് നാറ്റോയുടെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട്, ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പോവുകയാണ്. ഈ തുർക്കി എന്ന് പറയുന്നത് ഇറാൻ്റെ അയൽ രാജ്യമാണ്. അതുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണത്തിന് സാധ്യതയുണ്ടാകുമെന്ന് അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇറാനിലെ ചില ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ഒരു സംസാരത്തിൽ നിന്ന് ചില രഹസ്യ വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് മൊസാദ് എടുത്തത്. അതിൽ നിന്ന് മനസ്സിലായത് എയർഫോഴ്സ് 1 വിമാനത്തിന് നേരെ തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നു. അത് ഏത് ഭാഗത്ത് വെച്ച് എപ്പോൾ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായില്ല. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അവിടുത്തെ സൈന്യം അറിയിക്കുന്നു. അങ്ങനെ അവിടുത്തെ മാധ്യമപ്രവർത്തകരോടെല്ലാം പറയുന്നു, ഇതാ ഞാൻ അങ്കാറയിലേക്ക് പോകുന്നു, എൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ ട്രംപിന് ഒരു അത്യന്താധുനിക ജെറ്റ് വിമാനം സമ്മാനിച്ചിരുന്നു. ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, അതിൻ്റെ ആഡംബര സൗകര്യങ്ങൾ, ഇതിനൊക്കെ എത്രത്തോളം ചെലവ് വന്നു, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്. ഈ വിമാനം ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നു എന്ന് പറയുന്നു. എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ സേനാ അംഗങ്ങൾക്ക് ഈ വിമാനം കാണാനും മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താനുമായിട്ട് ഈ വിമാനം കൂടി കൊണ്ടുപോകുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ ചിത്രീകരിച്ചത്. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയും എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിനുള്ളിലേക്ക് കയറുന്നു. ഇത് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്താണ് ഇരുവരും അതിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷം അതിൻ്റെ ഈ പറയുന്ന ലാഡറൊക്കെ എടുത്ത് മാറ്റുന്നു. പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഇതിനകത്ത് പോകുന്നു എന്നാണല്ലോ കരുതുന്നത്. പിന്നെ സംഭവിച്ചതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് ഈ എയർപോർട്ടിലേക്ക് ഈ കാറ്ററിംഗ് ട്രക്കുകൾ വരും. അങ്ങനെ കൊണ്ടുവന്ന ഒരു കാറ്ററിംഗ് ട്രക്ക് ഈ വിമാനത്തിൻ്റെ വാതിൽപ്പടിയോട് ചേർത്ത് സമാന്തരമായിട്ട് നിർത്തുന്നു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ട്രക്കിലേക്ക് മാറിക്കയറുന്നു. എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം ആ എയർപോർട്ടിൽ കിടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം കയറിയ കാറ്ററിംഗ് ട്രക്ക് അവിടെ നിന്ന് മൂവ് ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ട് ഈ കാറ്ററിംഗ് ട്രക്ക് ചെന്ന് നിൽക്കുന്നത് C-32OA എന്ന് പറയുന്ന ചെറിയ വിമാനത്തിന് സമീപമാണ്. ആ സമയത്തും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിലുണ്ട്. കാരണം തോളിൽ വെച്ച് തകർക്കാൻ ലക്ഷ്യമിടുന്ന മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ ലക്ഷ്യമിടുന്ന എയർഫോഴ്സ് 1 ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ള വിവരം ആർക്കും അറിയില്ല. ഈ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും തന്നെ ഈ വിവരം അറിയില്ല. എന്നിട്ട് എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനം സാധാരണ രീതിയിൽ ഈ അങ്കാറയിൽ നിന്ന് പറന്നുയരുകയും ചെയ്തു. ഈ സമയത്ത് ഇദ്ദേഹം C-32OA എന്ന് പറയുന്ന വിമാനത്തിലാണ് യാത്ര ചെയ്തത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിൻ്റെ കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം മൊസാദ് കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായിട്ട് ഉദാഹരണ തെളിവ് സഹിതം ഈ പറയുന്ന സീക്രട്ട് സർവീസ് ഏജൻസിക്ക് നൽകിയിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം എത്രത്തോളം ഇറാനെ ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു സംശയം, എന്തിനാണ് ഇപ്പോൾ എയർഫോഴ്സ് 1 ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? 2020 ഇറാനിലെ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ തലവനായിട്ടുള്ള കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയിരുന്നു. ഈ കൊലയ്ക്ക് പകരം ചോദിക്കാനായിട്ട് ഞങ്ങൾ ട്രംപിനെ കൊല്ലുമെന്ന് അന്നേ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക തന്നെ ഏതാണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നു. എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാട് അമേരിക്ക പിന്മാറിയാലും ഇറാനെ പൂർണ്ണമായും തീർത്ത് കെട്ടുന്നവരെ ഞങ്ങൾ യുദ്ധമുഖത്തുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർ വളരെ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ വിവരങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാൻ മൊസാദിന് സാധിച്ചത്. എന്നിട്ട് മൊസാദ് ആ കാര്യം കൃത്യമായിട്ട് അമേരിക്കൻ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ സീക്രട്ട് സർവീസ് നൽകുന്ന സൂചന അനുസരിച്ച് താൻ വിമാനം മാറി കയറി എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ
അങ്ങനെ ഈ പറയുന്ന കാറ്ററിംഗ് ട്രക്കിലാണ് പോയത്, വളരെ ചെറിയ വിമാനത്തിലേക്ക് അതിന് സമാന്തരമായി നിർത്തിയിട്ട് അങ്ങനെ കയറിപ്പോയി. ഇത്തരം കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അമേരിക്കൻ സൈന്യം അതുപോലെ തന്നെ അവിടുത്തെ ഇൻ്റലിജൻസ് വിങ് ഒക്കെ തന്നെ ഇറാൻ്റെ നീക്കത്തെ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ ഇറാനിലെ ഭരണ നേതൃത്വം പൂർണ്ണമായിട്ടും ഇല്ലാതാകണം, അതല്ല എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തട്ടണം. ഇതാണ് അവരുടെ നീക്കം. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത് പറഞ്ഞ് അനുനയിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റാൻ ഒരുപാട് ശ്രമങ്ങൾ അമേരിക്ക നടത്തി. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പ്രോക്സികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഇപ്പം ഗസയിൽ ഏതാണ്ട് 80% ഇസ്രായേൽ പിടിച്ചിട്ട് അവിടുത്തെ ഹമാസിനെ ഏതാണ്ട് തുടച്ചു നീക്കുന്ന അവസ്ഥയിലായി. അവിടെ ഈ ആയുധം താഴെ വെച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങലിലേക്ക് അമേരിക്ക നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഞങ്ങൾ ഗസയിൽ ആധിപത്യം സ്ഥാപിക്കും, ഹമാസിനെ തീർത്തു കിട്ടും. ഇപ്പുറത്ത് ഹൂത്തികളെ ഉപയോഗിച്ച് സൗദിയിലും മറ്റും ആക്രമണം നടത്തുമ്പോൾ ഇറാൻ്റെ സഹായം വീണ്ടും ഹൂത്തികളിലേക്ക് ചെല്ലുന്നു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഹൂത്തികൾക്കെതിരായിട്ടുള്ള നിലപാടും സ്വീകരിക്കും. ഇനി ഹിസ്ബുള്ളയിൽ ഏതാണ്ട് 70% ആളുകൾ തീരുന്നു, അവരുടെ ആയുധ സംഭരണമൊക്കെ ഇല്ലാതായി എന്ന് കരുതി. പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ളയെ തീവ്രവാദികളെ ഭീകരവാദികളെ തട്ടുന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് വാങ്ങിയില്ല. ചുരുക്കം പറഞ്ഞാൽ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിന് മേൽ ഇത്ര വലിയ ഭീഷണി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയാണ്. അവരുടെ ലക്ഷ്യം തങ്ങളുടെ രാജ്യത്തെ, അതായത് ജൂതന്മാർക്ക് സ്വന്തമായുള്ള രാജ്യത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്കിൽ മാത്രമേ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്കും അറിയാം. ഇവിടെ ഇസ്രായേൽ എക്കാലം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ എപ്പോൾ ആയുധം താഴെ വെക്കുന്നോ അന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഇല്ലാതാക്കാനായിട്ട് ലോകത്തെ കുറേയധികം രാജ്യങ്ങൾ ശ്രമിക്കും. ഇവിടെ തുർക്കിയും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടൊന്നുമല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം പറന്നുയരുമ്പോൾ ഒരു പക്ഷേ ആ വിമാനത്തിന് നേരെ ആക്രമണം നടത്താം, അല്ലെ ആ വിമാനം പറന്നിറങ്ങുമ്പോൾ ആക്രമണം നടത്താം. ഇതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പോൾ IRGC കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ട്. ഇതിൽ മുജ്തബ ഖമനേയി വളരെ സന്തോഷത്തോടുകൂടി IRGCയിലെ ചില കമാൻഡർമാർക്കൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ദൃശ്യമാണ്. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചത് എന്താ, മുജ്തബ ഖമനേയി ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. എന്തിന്, സ്വന്തം പിതാവായ അയത്തുള്ള അലി ഖമനേയുടെ ഖബറടക്ക ചടങ്ങിൽ പോലും ഈ മുജ്തബ ഖമനേയി പങ്കെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ IRGC ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഒപ്പം എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗികമായ വിമാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ഈ തൻ്റെ സ്വന്തമായിട്ട് ഇപ്പോൾ ഖത്തർ സമ്മാനിച്ച ഈ അത്യന്താധുനിക ജെറ്റ് വിമാനമുണ്ട്, അതിലല്ല താൻ പോകുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് ആ ഫ്ലൈറ്റിൽ കയറിയില്ലെങ്കിലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പം ആളുകളുടെ അല്ലെ ക്യാമറ കണ്ണുകളുടെയൊക്കെ ഈ നീക്കത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കാറ്ററിംഗ് ട്രക്കിനെ ഈ എയർഫോഴ്സ് 1 വിമാനത്തിന് സമാന്തരമായി കൊണ്ടു നിർത്തുകയും ട്രംപിനെയും അടുത്ത അനുചരന്മാരെയും മാത്രം ഈ ട്രക്കിലേക്ക് കയറ്റുകയും ചെയ്തത്. എന്നിട്ട് വിമാനത്താവളത്തിലൂടെ ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന വിവരം ലോകത്താർക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മൊസാദിൻ്റെ ഉന്നത നേതൃത്വത്തിനും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ വിമാനം മാറിക്കയറിപ്പോയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എയർഫോഴ്സ് 1 നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അപായ സൂചന ഉണ്ടായാൽ ഉടൻ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് സുരക്ഷയ്ക്കുള്ള വഴി എന്നാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. ഇത് തന്നെ അമേരിക്കയ്ക്ക് പകർന്നു നൽകുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്ക യുദ്ധം നിർത്തണം, ആയുധം താഴെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ഈ നീക്കം ഇക്കാര്യം വ്യക്തമായതോടുകൂടി ഇപ്പോൾ ട്രംപ് ഏതാണ്ട് ഒരടി പിന്നോട്ട് മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെയും മൊസാദിൻ്റെയും നിലപാടാണ് ശരിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എയർഫോഴ്സ് 1 തകർക്കാനായിട്ട് ഇറാൻ നടത്തിയ ഒരു നീക്കം ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നീക്കത്തെ പൂർണ്ണമായിട്ടും തകർത്തതായിക്കോട്ടെ മൊസാദിൻ്റെ തന്ത്രപരമായ സമീപനവും. ഇനിയും ഇത്തരത്തിലുള്ള എലിയും പൂച്ചയും കളി തുടരുമെന്ന് തന്നെയാണ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യൻ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്കണമെങ്കിൽ നെതന്യാഹുവും IRGCയും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളണം. ഇതിൽ ആരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്, ആരാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സൂചനയും ലഭിക്കുന്നില്ല. എന്തായാലും കാര്യങ്ങൾ ഏത് ദിശയിലേക്ക് മാറുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.